ഹലോ എവരിവൺ, എല്ലാവർക്കും ലീഡ് IASന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ KS പ്രിലിംസിൻ്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം. ഞാൻ മാത്യു, എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ലീഡ് IASലെ ജോഗ്രഫി ഫാക്കൽറ്റി ആയിട്ടുള്ള അതുൽ സാറാണ്. അതുൽ സാറേ, എന്താ പറയുന്നത്, അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, ഒപ്പം ഒരു സന്തോഷം തരുന്നുണ്ട്. കാരണം നമ്മുടെ കോംപ്രഹെൻസീവ് പ്രോഗ്രാമിൻ്റെ ക്ലാസ്സസ്, ടെസ്റ്റ് സീരീസ്, അതിലെ ആൻസർ കീസ്, നോട്ട്സ്, ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞൊരു ആ പേപ്പർ കണ്ടപ്പോൾ തോന്നിയത്. സാറിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു പേപ്പർ കണ്ടപ്പോൾ? എനിക്ക് ആ ഒരു പേപ്പർ കണ്ടപ്പോൾ തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു പ്രഡിക്റ്റബിലിറ്റി ഫാക്ടറാണ്. കാരണം നമ്മൾ ആ ഒരു കഴിഞ്ഞ വർഷത്തെ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക്സിനും 30 ചോദ്യം മലയാളം, 20 ചോദ്യം ഇംഗ്ലീഷ്, ഒരു പ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ. പക്ഷെ അതിനകത്ത് നമുക്കൊരു വലിയ പോസിറ്റീവും ഉണ്ട്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജോഗ്രഫിയുടെ അനാലിസിസിന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 15 ക്വസ്റ്റ്യൻസ് വന്നു ഫിസിക്കൽ ജോഗ്രഫി. എന്നാൽ കേരള ജോഗ്രഫിന്ന് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇത്തവണ അങ്ങനെ തന്നെയാണ്. ഹിസ്റ്ററിക്ക് സാറേ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം വേൾഡ് ഹിസ്റ്ററി 10 ചോദ്യം കഴിഞ്ഞവണ ചോദിച്ചു, ഇത്തവണ 10. കേരള ഹിസ്റ്ററി 10. കേരള ആർട്ട് ആൻഡ് കൾച്ചർ. സോ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി ശരിക്കും പറഞ്ഞാൽ ഇനി മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അതാണ് നമുക്ക് ആ ഒരു കുറച്ചും കൂടെ കൂടുതൽ കോൺഫിഡൻസ് തരുന്നത്. സോ അതുകൊണ്ട് നിങ്ങളോട് ആദ്യമേ തന്നെ പറയട്ടെ, മെയിൻസിൻ്റെ അനാലിസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേപ്പർ 1 കഴിഞ്ഞ തവണ 16 ചോദ്യവും ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ശരിക്കും PSC നിലനിർത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ആദ്യം നമുക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ മാത്യു സാറേ, സാറിൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, കാരണം നമ്മുടെ കുട്ടികളൊക്കെ വിളിക്കുന്നവരും എല്ലാവരും മെസ്സേജ് ചോദിച്ചൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. എക്സ്പെക്റ്റഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം പക്ഷേ ഞാൻ സിൻസിയറായിട്ട് പറയാം, എനിക്ക് തോന്നുന്നു ഒരു 90 എബോവ് മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മെയിൻസിന് പഠിച്ച് തുടങ്ങണമെന്നാണ്. കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചോണം. കാരണം പേപ്പർ 1 ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് പേപ്പർ 2 ഭയങ്കര ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് ആൻഡ് മലയാളം കട്ട് ഓഫ് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൽ ഒരു ഇന്നോവേഷനും PSC കൊണ്ടുവന്നിട്ടില്ല. വർഷങ്ങളായിട്ട് PSC ഇതൊക്കെ നിൽക്കിയിരിക്കുന്ന ആൾക്കാർ ശരിക്കും ഇതിനെ കട്ട് ഓഫ് ഉയർത്തും. സയൻസ് ആൻഡ് ടെക് എൻവയോൺമെൻറ്റ് ഭയങ്കര ഈസി ആയിരുന്നു. കേരള ഇക്കോണമി ഈസി ആയിരുന്നു. ഇന്ത്യൻ ഇക്കോണമി പല ആൾക്കാർക്ക് വെച്ചത് ചലഞ്ചായിരുന്നു. പേപ്പർ 1 എന്നാൽ ഭയങ്കര ടഫായിരുന്നു. എനിക്കൊന്ന് ഉള്ളതിൽ മെച്ചം ജോഗ്രഫി മാത്രമാണ്. സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് ജോഗ്രഫി മാത്രമായിരുന്നു. മാത്സ് ആൻഡ് റീസണിംഗിൽ 2 ക്വസ്റ്റനെങ്കിലും ഡിലീഷൻ വരാനായിട്ടുള്ള സാധ്യത ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സമയത്ത് നമുക്ക് അതറിയാൻ പറ്റും. അപ്പം ഡിലീഷൻ്റെ ഒരു പ്രോബിലിറ്റിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ പേപ്പർ 1 ബാക്കി നിങ്ങളോട് പറയണ്ടല്ലോ. പൊളിറ്റി ഹിസ്റ്ററി പോലെ അത്ര ടഫ് അല്ലായിരുന്നു, പക്ഷേ അല്പം കൺഫ്യൂസിങ്ങും ടൈം കളയുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് പൊളിറ്റീനെ കണ്ടപ്പോൾ. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് അടുക്കാൻ പറ്റത്തില്ല. കേരള ഹിസ്റ്ററിയും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഇന്ത്യൻ ഹിസ്റ്ററിയും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ 77 സ്ട്രീം വന്നത്. ഒരു 15% കട്ട് ഓഫ് ഉയർക്കാനായിട്ടുള്ള സാധ്യത മാക്സിമം ഞാൻ കാണുന്നുള്ളൂ. 10% വരെയാണ് ഒരു നോർമൽ റേറ്റിൽ വരേണ്ടത്. പക്ഷെ പോട്ടെ, ഒരു 15% കട്ട് ഓഫ് ഉയരുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിലും 90 മാർക്ക് മാക്സിമം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു 90 എബോവ് സ്കോർ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെയിൻസിന് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു 10% ആണ് കട്ട് ഓഫ് ഉയരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 85 ഡീസൻറ്റ് മാർക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ 85 to 90 ആൾക്കാർ, എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരല്പം ഹോപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 3 ആഴ്ചത്തെ അൺസർട്ടനിറ്റി മാത്രമേ ഉള്ളൂ. ആ 3 ആഴ്ച പഠിച്ചെന്ന് വെച്ച് ലൈഫിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ദോഷവും വരാൻ പോകുന്നില്ല. സോ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നഷ്ടമാവത്തില്ല പഠനമായതുകൊണ്ട്. സോ 85 to 90 ആൾക്കാരാണെങ്കിലും ടേക്ക് റിസ്ക്, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ ആക്റ്റീവ് എടുത്ത് നോക്കുക. 90 എബോവ് ആണെങ്കിൽ മസ്റ്റായിട്ടും യു ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഫ്രം നൗ ഓൺവേർഡ്സ് എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. സ്ട്രീം 2ൻ്റെ കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
70 മാർക്സിന് മേലെ ഉണ്ടെങ്കിൽ സ്ട്രീം 2ലെ ആൾക്കാർക്ക് പ്രിപ്പയർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രീം 3ൻ്റെ ഇത് ഞാനധികം പറയുന്നില്ല, കാരണം എത്ര ആൾക്കാർ ടേൺ ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വെളിയിൽ നിന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സോ ഒരു 10 അല്ലെങ്കിൽ 15% മേലെ കട്ട് ഓഫ് ഉയരുമെന്ന് നമ്മൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. സോ അപ്പോൾ എന്തായാലും സ്ട്രീം 1കാർ 90 എബോവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പക്ഷേ എങ്കിലും ആ ഒരു 85 to 90 വരുന്നവരും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ദെൻ സ്ട്രീം 2 ആണെങ്കിൽ 70+. സാറേ നമ്മുടെ മെയിൻസിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? മെയിൻസിൻ്റെ സ്ട്രാറ്റജി ഒന്ന്, നമ്മൾ ഈ പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടറിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഡ്വാൻറ്റേജ് എടുക്കണം, യൂട്ടിലൈസ് ചെയ്യണം. അതായത് സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് കഴിഞ്ഞ തവണ കേസിന് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇപ്പം കേരള ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് ചോദ്യങ്ങൾ ഒരു 10 വന്നിട്ടുണ്ടെങ്കിൽ ഇത്തവണ അങ്ങനെ തന്നെ ഫോളോ വരാനായിട്ടാണ് സാധ്യത കൂടുതൽ. സോ ആൻഡ് PSC ചോദിച്ചിരിക്കുന്ന ഏരിയാസും അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആസ്പിറന്റ് കമ്മ്യൂണിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ സാധിക്കും. ആൻഡ് ഇത്തവണത്തെ ഇക്കോണമി ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം, എസ്പെഷ്യലി പേപ്പർ 3 ഇക്കോണമിയിൽ വരുന്നുകൊണ്ട് പറയുന്നതാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റീസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇക്കോണമി പഠിക്കുമ്പോൾ ഇക്കോണമി ആയിക്കോട്ടെ പൊളിറ്റി ആയിക്കോട്ടെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റീസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിയിലൊരു പഠനം ആവശ്യമാണ്. 2, കീവേഡ് അപ്രോച്ച്. നമ്മൾ കഴിഞ്ഞ തവണയും ലീഡ് പ്രൊമോട്ട് ചെയ്ത ആശയമാണ് കീവേഡ് അപ്രോച്ച്. കാരണം ഇത്തവണയും 3 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിന് അങ്ങനത്തെ ചോദ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യത, കാരണം ഇങ്ങനത്തെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ PSC വേറെ നടത്തുന്ന മറ്റേ ഈ ലെക്ചേഴ്സ് പ്രൊഫസേഴ്സ് അവർക്ക് വേണ്ടി, അപ്പം ഹിസ്റ്ററി പോലത്തെ, അപ്പം ആ എക്സാമിനേഷനും 3 മാർക്സ് ആൻഡ് 5 മാർക്സിൻ്റെ ഒരു പാറ്റേണിലാണ് PSC നടത്തുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ അല്ലെങ്കിൽ ബോഡി ടൈപ്പ് ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ ആ ഒരു സ്ട്രക്ചർ ഒരിക്കലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ലിമിറ്റഡ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ ആയാലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലിമിറ്റഡ് സ്പേസ് ആണ്. അപ്പോൾ ആ ലിമിറ്റഡ് സ്പേസ് ലിമിറ്റഡ് ടൈം മാക്സിമം മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ കീവേഡ് അപ്രോച്ച് തന്നെയാണ്. എങ്കിലേ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് കീവേഡ് അപ്രോച്ച് മനസ്സിലാകാത്ത ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് പറയാം, ലൈക്ക് നമ്മൾ ഇവാലുവേറ്റേഴ്സ് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാം. അവരുടെ ഫ്രണ്ടിൽ കീവേഡ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ PSC കൊടുക്കുന്ന ആ കീക്കകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിൽ തന്നെ PSC ഒരല്പം സ്റ്റാൻഡേർഡ് വരുത്താൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ 5 മാർക്ക് ചില ചോദ്യങ്ങൾക്ക് സ്പേസ് കുറവും 3 മാർക്ക് ചോദ്യങ്ങൾക്ക് സ്പേസ് കൂടുതലായിരുന്നു. സോ ഇങ്ങനത്തെ എന്താ പറയുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് എന്താ പറയുക അങ്ങനത്തെ പ്രശ്നങ്ങൾ PSC പരിഹരിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ PSC നടത്തുമെന്ന് തന്നെ നമുക്ക് ഇത്തവണ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ സ്പേസിങ് ഒരു ഹാഫ് ഈ പേജിന് മേലെ പോകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. സോ എന്താ പറയുക ഓരോ ഏരിയൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം വരേണ്ടത്. സോ അപ്പം നിങ്ങൾ അങ്ങനെ പഠിക്കാനായിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ ശ്രമിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഏറ്റവും ലീഡിൻ്റെ ഒരു സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഓൺ സ്ക്രീൻ ഇവാലുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു കീവേഡുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണയും ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെയാണ് ലീഡ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത്തവണയും നമുക്ക് അതേ അപ്രോച്ചുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ആൻഡ് ഇതൊരല്പം ചലഞ്ചിങ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചർ കഴിഞ്ഞ തവണ അനലിറ്റിക്കൽ ടൈപ്പ്, ഇപ്പം ഹിസ്റ്ററി ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ UPSCക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട് പിള്ളേർക്ക്. അതേപോലത്തെ സോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോണം. അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആകണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലീഡിനെ അപ്രോച്ച് ചെയ്യാം. ഏറ്റവും നല്ലൊരു പ്രോഗ്രാം, വെൽ ക്യൂറേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ലീഡ് IAS മെയിൻസിന് വേണ്ടി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ കൂടുതൽ ഇൻപുട്സിന് സ്റ്റേ ട്യൂൺഡ് അല്ലേ സാറേ? തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഡു വെൽ. താങ്ക് യു. 90 എബോവ് ഉള്ള ആൾക്കാർ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.